ഹലോ എല്ലാവർക്കും ശിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ അത് ഇന്ന് നല്ലൊരു നാടൻ വിഭവമായിട്ടുള്ള മുരിങ്ങക്കായ തോരനാണ് ട്ടാ. അപ്പോൾ മിക്ക ആളുകൾക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം ട്ടാ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ അതേ ഇതിനായിട്ട് ഒരു 3 മുരിങ്ങക്കായാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു 3 എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ അതേ ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ അതിനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിക്കായതുകൊണ്ട് അധികം വലിപ്പം വേണ്ട, ഈ ഒരു സൈസ് മതിയിട്ടാ. അങ്ങനെ അതേ എല്ലാ മുരിങ്ങക്കായ കഷ്ണങ്ങളും നമ്മൾ ഇവിടെ അതേ മുറിച്ച് കറക്റ്റ് ഒരേ സൈസാക്കിനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുണ്ടല്ലോ കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി. അപ്പോൾ ഈ ചെറുള്ളിയും വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതേ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ചതച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുണ്ടല്ലോ കുറച്ച് നാളികേരം ചെരുകിയത്, അതും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെറുള്ളി അത് നമ്മൾ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ ഇട്ടിട്ട് ഇതിലേക്ക് ഉണ്ടല്ലോ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ അത്യാവശ്യം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇതിനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ മൂത്ത് വരാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും. ആ ഒരു പരുവാകുമ്പോഴാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണ്. എന്നിട്ട് ഇതേ അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മാറിയൊക്കെ വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ ചെരുകി വെച്ചിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നാളികേരം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനും കുറച്ചൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നാളികേരമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാ മുരിങ്ങക്കായ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആ മുരിങ്ങക്കായമൊന്ന് പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എങ്കിൽ മാത്രമാണ് നമ്മുടെ തോരനിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ മുരിങ്ങക്കായയുടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും നന്നായിട്ട് ഇതേ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതേ ഇതിൻ്റെ വെള്ളം നമുക്ക് അത്യാവശ്യമുള്ള ബാക്കിയുള്ള വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുത്ത് ഈ ഒരു പരുവത്തിലേക്ക് അതിനെ ആക്കിയെടുത്താൽ നമ്മുടെ മുരിങ്ങക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരൻ തന്നെയാണല്ലേ ഇത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെയൊക്കെ കറികൾ നമ്മുടെ എന്താ പറയുക ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള തോരനൊക്കെ വെക്കാനായിട്ടും കഴിക്കാനായിട്ടും താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ളൊരു തോരനും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.